നമ്മുടെ എല്ലാ ശ്രദ്ധയും പാലിയത്തുംകാവിലേക്ക് പോകണം. അത് 24 മണിക്കൂറിനുള്ളിലാണ് അവിടേക്ക് പോലീസ് എത്തിയത്. പോലീസിന് അതിക്രമം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. അവിടെ ടിയർ ഗ്യാസ് അടക്കം ഉപയോഗിക്കേണ്ടത്. അവിടെ സാധാരണക്കാരായ മനുഷ്യരാണ് ആ ഉന്നതിയിൽ താമസിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് അത് തടയാൻ കഴിഞ്ഞില്ല? അവരെ പറഞ്ഞു ശരിയാണ്, പിന്നീട് മന്ത്രി എത്തി, റോജി എം ജോൺ എത്തി, VP സജീന്ദ്രൻ എത്തി, ഉറപ്പ് നൽകി. പക്ഷേ ആ സംഭവം എന്തുകൊണ്ടുണ്ടായി? അങ്ങനെ അവർ എന്തുകൊണ്ട് ഒരു ആശങ്കയിലേക്ക് വീണു പോയി എന്നൊരു ചോദ്യമില്ലേ അവിടെ? അല്ല, കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് അങ്ങോട്ട് പോയത്. കോടതിയുടെ നിർദ്ദേശം നേരത്തെ തന്നെ ഉള്ളതാണല്ലോ, 10-ലധികം തവണ. അതിനകത്ത് പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പോകുന്നത് സ്വാഭാവികമാണ്. പോലീസ് പോകുമ്പോൾ അതിനകത്ത് ഒരു ഏതെങ്കിലും രീതിയിലുള്ള മുതലെടുപ്പ് നടന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം സാധാരണഗതിയിൽ ഇങ്ങനെ 7 പേരെ ഒഴിപ്പിക്കാൻ വലിയ സംഘമായി ഇങ്ങനെ പോയി ക്രൂരമായി അങ്ങനെ പിടിച്ചടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ പോലും ഒരു പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടായപ്പോഴാണ് പോലീസ് ഇത്തരത്തിൽ പെരുമാറിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ജലപീരങ്കിയൊക്കെ സ്വാഭാവികമായി പ്രതിഷേധം നടക്കുന്ന സ്ഥലത്തും ആൾ കൂടുന്ന സ്ഥലത്തും എത്തുന്നത് കേരളത്തിൽ സർവ്വസാധാരണമാണ്. അതൊരു അസാധാരണ സംഭവം പോലുമല്ല. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം അവിടെ തന്നെ CPM-ൻ്റെ തന്നെ MLA ഈ പറയുന്ന ശ്രീനിജൻ അവിടെ പോയപ്പോൾ ജനങ്ങളുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പോലീസ് അങ്ങനെ ക്രൂരമായി വേട്ടയാടിയോ അല്ലെങ്കിൽ ഇപ്പോൾ വന്ന സർക്കാർ അതിന് ഉത്തരവാദിയാണ് എന്ന് ജനങ്ങൾ പോലും പറയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ത് തന്നെ സംഭവിച്ചാലും ഇപ്പോൾ പോലീസ് അടിയന്തരമായി അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായാലും ഉത്തരവാദിത്തമുള്ള ഒരു മന്ത്രി അവിടെ പോയി അതിനി ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുന്നതല്ലേ ഏറ്റവും വലിയ ജനാധിപത്യ മര്യാദ. അല്ലാതെ ധിക്കാരത്തോടു കൂടി ഇനി അവരെ ഒഴിപ്പിച്ചിട്ടേ നിൽക്കോളൂ എന്നുള്ള സമീപനമൊന്നും ഈ സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷം എടുത്തതുപോലൊരു സമീപനം ഇവിടെ എടുത്തില്ലല്ലോ. വലിയ ആശ്വാസകരമായിട്ടുള്ള അല്ലെങ്കിൽ പോലീസിനെ പിൻവലിക്കുന്ന രീതിയിലുള്ള സമീപനം സ്വീകരിച്ചത് സ്വാഗതം ചെയ്യേണ്ടതല്ലേ, അഭിനന്ദിക്കേണ്ടതല്ലേ? ശരി, എന്തായാലും ഇത് ഈ രക്ഷാപ്രവർത്തനം കേരളം മുഴുവൻ ധിക്കാരപരമായിട്ട് അങ്ങോട്ടൊന്ന് ചെന്ന് നോക്ക ഒഴിപ്പിക്കാനായിട്ട്, നിങ്ങളെ ധിക്കാരപരമായിട്ടും ചെന്ന് നോക്ക് ഒഴിപ്പിക്കാൻ അങ്ങോട്ട്. ഞാൻ പറഞ്ഞില്ലേ, അതിനാണ് മുതലെടുപ്പിന്റെ ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് കഴിഞ്ഞ 10 കൊല്ലം നിങ്ങൾ നിങ്ങളുടെ അധികാരത്തിന് എതിർത്തതും നിങ്ങളുടെ അഹങ്കാരത്തിന് എതിർത്തതും ഞങ്ങളാണ്. അല്ലാതെ ഞങ്ങളുടെ അധികാരത്തോടു കൂടി ഒരു സമീപനം സ്വീകരിച്ചില്ല. അല്ല, ആവശ്യം തന്നെ പറയാം. കഴിഞ്ഞ കാലങ്ങളിൽ ധിക്കാരത്തോടു കൂടി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ക്രൂരമായ ആളുകളെ വേട്ടയാടിയത് നിങ്ങളാണ്, ഞങ്ങളല്ല. ഞങ്ങൾ അത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ നിങ്ങൾ കൊണ്ടിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പ്രതിനിധി ശ്രീജന് നേരെ ജനങ്ങൾ ശ്രീനിജൻ MLA-ക്ക് കിട്ടിയ മറുപടി നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും ആരാണ് അത്തരത്തിൽ അഹങ്കാരം കാണിക്കുന്നത്, ധിക്കാരം കാണിക്കുന്നത് ജനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വന്ന സാഹചര്യം ആ പാവപ്പെട്ട 8 കുടുംബക്കാർ അവിടെ വെട്ടുകത്തിയായിട്ട് നിന്നോ, അവിടെ അവർ ആയുധമായിട്ട് നിന്നോ, അവിടെ ബോംബുമായിട്ട് നിന്നോ? അവിടെ യൂത്ത് കോൺഗ്രസ് എന്തെങ്കിലും വടിയായിട്ടാണ് എന്തെങ്കിലും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ അങ്ങനെ വീഴ്ച ഉണ്ടെങ്കിൽ അവർക്ക് നടപടി എടുക്കുന്ന ആർജവത്തോടു കൂടി പറയാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട്. നിങ്ങളുടെ നിലപാടല്ലേ സ്വീകരിച്ചത്? ആ പോലീസുകാർക്ക് തയ്യാറായിട്ടുണ്ടോ? സമാധാനത്തോടുകൂടി സമരം ചെയ്തവരെ തലക്കടിച്ചിട്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള ചങ്കൂറ്റം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ അതൊന്നും നിങ്ങൾ പറയേണ്ട കാര്യമില്ല, ഞങ്ങളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾ അതൊരു VIP പ്രൊട്ടക്ഷനോ അങ്ങനെയാണോ? സമരം അവസാനിപ്പിച്ചതിന് ശേഷം റോഡരികിൽ നിൽക്കുന്നവരെ തലക്കടിച്ചിട്ടാണോ VIP പ്രൊട്ടക്ഷൻ നടത്തുന്നത്? കേരളത്തിൽ ആദ്യമായിട്ടാണോ കരിങ്കോടി പ്രതിഷേധം നടത്തുന്നത്? കേരളത്തിൽ ആദ്യമായിട്ടാണോ ഇങ്ങനെ തെരുവിൽ സമരം നടത്തുന്നത്? ആദ്യമായിട്ടൊന്നും അല്ല. കരിങ്കോടി പ്രതിഷേധം നടത്തിയവരെ നിങ്ങൾ വെടിവെച്ച് കൊന്നു. എവിടെയാണ് DYFI-യുടെ കരിങ്കോടി പ്രതിഷേധത്തെ നിങ്ങൾ തലക്കടിച്ചുവല്ലോ? അതുകൊണ്ട് നിങ്ങളുടെ മന്ത്രി ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പാണ് 5 DYFI-കാരെ നിങ്ങൾ വെടിവെച്ച് കൊന്നത്, കരിങ്കോടിക്കാരെ. ശരി, ന്യായീകരിക്കുന്നില്ല, അത് തെറ്റ് തന്നെ. ഇവിടെ നിങ്ങളുടെ ഗൺമാൻമാരെ ഇറങ്ങി യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചില്ലേ? അതെങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? ആ പോലീസുകാർക്കെതിരെ നടപടി എടുക്കാൻ പറയുമ്പോൾ നിങ്ങളുടെ ആ കഴിഞ്ഞ കാലത്തിൽ ആ റിപ്പോർട്ട് ഈ പോലീസുകാർക്കെതിരെ കേസെടുക്കണമെന്നും അവർക്കെതിരെ നടപടി എടുക്കണമെന്നുള്ള റിപ്പോർട്ടിനെ നിങ്ങൾ ബോധപൂർവ്വം അജിത് കുമാർ വെച്ച് അട്ടിമറിച്ചില്ലേ? നിങ്ങളുടെ ഉദ്ദേശം നല്ല ഉദ്ദേശമാണെങ്കിൽ പോലീസ് അതിക്രമത്തിനെതിരെയാണ് നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ട് വേണം ഇവിടെ ഒന്ന് സംസാരിക്കാൻ. 10 വർഷം ഭരിച്ചത് നിങ്ങളാണ്. 10 വർഷം ഭരിച്ചത് നിങ്ങളാണ്. ആദ്യം നടപടി എടുത്തിട്ട് വേണം ഇവിടെ ഇങ്ങനെ ഒന്ന് സംസാരിക്കാൻ, കേട്ടോ?
അല്ല നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞാനും അതിനെ പറയുന്നത് ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. നിങ്ങൾ ധാർമ്മികത പറയുമ്പോൾ നിങ്ങൾ ആദ്യം ധാർമ്മികമായി നടപടി സ്വീകരിച്ചതിന് ശേഷം ഇതുപോലുള്ള വില്ലന്മാരായ കുറ്റവാളികളായ ഇത്തരം പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിച്ചിട്ട് വേണം ഇവിടെ ഒന്ന് നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്.